ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ്, റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അവർ എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എന്തുദ്ദേശത്തിലാണ് അവർ വന്നിട്ടുള്ളത് എന്നൊക്കെയുള്ളത് കേട്ടോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. കോളുകൾ മാക്സിമം ചെയ്യാതിരിക്കുക, കാരണം നോർമൽ കോൾസ് വരുന്നുണ്ട്, അല്ലാതെ വാട്സപ്പിലും കോൾസ് വരുന്നുണ്ട്. ഓക്കെ, വാട്സപ്പ് കോൾ പിന്നെയും നമുക്ക് സഹിക്കാം, പക്ഷെ നോർമൽ കോൾ വരുമ്പോഴാണ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. അതുപോലെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അവർ എന്തുദ്ദേശിച്ചിട്ടാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത്, എന്താണ് അവസ്ഥ എന്നുള്ളത്. ഓക്കെ, എന്താണ് ഉദ്ദേശം, ആ ഒരു ട്രൂ ഇൻറ്റൻഷൻ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ. 4 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു ചീറ്റിംഗ് ആയിട്ട് വന്നതല്ല ഒരിക്കലും. അതായത് ഒരു ചീറ്റ് ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടല്ല ഇവിടെ കാണിക്കുന്നത്. അവർക്ക് വേറെയും പ്രപ്പോസൽസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെയും റിലേഷൻഷിപ്സ് ഉണ്ട്. ഐ മീൻ അവർക്ക് സ്നേഹം കൊടുക്കാൻ ഒരുപാട് പേരുണ്ട്, പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ നിങ്ങളുടെ സ്നേഹത്തെ മാത്രം നോക്കി വന്ന ഒരാളായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഇല്ലായ്മ, ബ്രേക്കപ്പ് സിറ്റുവേഷനോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട്, ഒരു ഓൺ ആൻഡ് ഓഫ് എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഒരു കോണ്ടാക്ട് നിങ്ങൾ തമ്മിൽ ഇല്ലാത്തൊരവസ്ഥ കാണുന്നുണ്ട്. അങ്ങനെ എന്താണെങ്കിലും ഇവിടെ ഈ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യണമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ട് വന്ന ഒരാളല്ല. അതായത് അവരുടെ സിറ്റുവേഷൻ ബേസ് ചെയ്ത് മാത്രം സൈലൻ്റ് ആയിട്ട് ഇരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, വേറെ സ്നേഹബന്ധം ഉണ്ടായിട്ടും നിങ്ങളുടെ സ്നേഹത്തെ അവർ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ നേടി എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ 2 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു സോൾ കണക്ഷൻ ഉണ്ട്. ഓക്കെ, സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ട്രൂ ഇൻറ്റൻഷൻ നമ്മൾ പറഞ്ഞു. നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ്, ഒരു ഉദ്ദേശം എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത് നോക്കുമ്പം ഇത് യൂണിവേഴ്സായിട്ട് നിങ്ങൾ തമ്മിൽ കണക്ട് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഒരു സോൾ കണക്ഷൻ, നിങ്ങൾ തമ്മിൽ ഒരു മുൻജന്മ ബന്ധം, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കണക്ട് ചെയ്ത്. ഇപ്പം നിങ്ങൾക്കോ അല്ലെങ്കിൽ ആ പേഴ്സണോ തോന്നിയിട്ടുണ്ടാകും നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു എപ്പോഴോ കണ്ടതുപോലെ, അല്ലെങ്കിൽ ആരോടും തോന്നാത്തൊരു ക്രഷ് തോന്നുക, ഒരു അട്രാക്ഷൻ തോന്നുക, അങ്ങനത്തെ ഒരു രീതിയിൽ മേ ബി ഇത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഓപ്പണായി പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തോന്നിയിട്ടുണ്ടാവും, നിങ്ങൾ പരസ്പരം ഇത് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു സോൾ കണക്ഷൻ നിങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ ആ സോൾ കണക്ഷൻ്റെ ഒരു ഇതും കൊണ്ടുമാണ് നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ പേഴ്സൺ ഒരു ഉദ്ദേശം വെച്ചിട്ട് മാത്രമല്ല, അത് യൂണിവേഴ്സിൻ്റെയും കൂടി ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, മേ ബി അത് കാർമിക് ആയിരിക്കാം, അല്ലെങ്കിൽ ഏത് ടൈപ്പും ആയിരിക്കാം, പക്ഷേ ഇവിടെ ഒരു സോൾ കണക്ഷൻ, നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ കൊണ്ടുമാണ് നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ കണ്ടുമുട്ടിയ ഒരു റിലേഷൻഷിപ്പിലേക്കോ ഫ്രണ്ട്ഷിപ്പിലേക്കോ ഒക്കെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. എഗെയിൻ കൺഫേം ആണ്, ഇവിടെ നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുള്ളത്. ഐ തിങ്ക് ഇവിടെ 2 ഓഫ് കപ്സും അതുപോലെ ലവേഴ്സ് കാർഡും വരുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ മുൻജന്മത്തിൽ മേ ബി ലവേഴ്സ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആയിരിക്കാം. അതുകൊണ്ടും ആയിരിക്കാം നിങ്ങൾ ഈ ഒരു ഇപ്പം നിങ്ങൾ വന്നിട്ടുള്ളത്. അതായത് ആ ജന്മത്തിൽ നിങ്ങൾക്ക് സ്നേഹബന്ധത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അതൊന്നിച്ച് ഒരു ലൈഫ് കൊണ്ടുപോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു പാർട്ട്ണർ ആവുന്നതായിരിക്കാം. അങ്ങനെ എന്തോ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട് പാസ്റ്റ് ലൈഫിൽ, മുൻജന്മത്തിൽ. അപ്പം അതുകൊണ്ട് അത് പിന്നെയും പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ മീറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. ഓക്കെ, നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഇത് തോന്നിയിട്ടുണ്ടാകാം. ഓക്കെ, പിന്നെ 8 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പം കറൻ്റ്ലി ഈ പേഴ്സൺ സൈലൻ്റായി നിൽക്കുന്നു, മൂവ് ഓൺ ചെയ്ത് അവോയ്ഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ടിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം ഒരു ചേസിങ് എനർജിയും ഒരു റണ്ണിങ് എനർജിയും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഒരാൾ ചേസ് ചെയ്യുന്നു, ഒരാൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതായത് ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു ആൻസർ ഇല്ലാത്തൊരവസ്ഥ കാണുന്നുണ്ട്.
ഒരു ടിൻ ഫ്ലെയിം കണക്ഷൻ ആകാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു നല്ലത് തോന്നുന്ന പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പം ടിൻ ഫ്ലെയിമിൻ്റെ സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഇവർ ഇപ്പം നിങ്ങളെ അവോയ്ഡ് ചെയ്ത് മാറി നിൽക്കുക, മൂവ് ഓൺ ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. മേ ബി നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരായിരിക്കാം മൂവ് ഓൺ ചെയ്യുന്ന ഒരു എനർജി, മാറി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞൊരു ഓൺ ആൻഡ് ഓഫോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ കാണുന്നുണ്ടാകാം. ഹാർട്ട് ബ്രോക്കൺ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും എനിക്കിവിടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിൽ ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജ് വന്നിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ കാണിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത അവസ്ഥ, മേ ബി നോ കോൺടാക്റ്റ് ആയിരിക്കാം, ലെസ് കോൺടാക്റ്റ്, അല്ലെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഓൺ ആൻഡ് ഓഫ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഒരു ഹാർട്ട് ബ്രോക്കൺ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലും വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നിന്നും നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം എന്തായിരുന്നു നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഇവർ ഒരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല, അതിവിടെ കൺഫേം ആണ്. പക്ഷേ ഈ പേഴ്സൺ ഇപ്പം സൈലൻ്റ് ആണ്. ഓക്കെ, ചീറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ച ആൾ എന്തിനാണ് സൈലൻ്റ് ആവുന്നത് അല്ലേ? നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് അവരങ്ങനെ സൈലൻ്റ് ആയി പോയത്. കാരണം ഒരു ചീറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്ന അതേ ഫീലിങ്സും കാര്യങ്ങളെല്ലാം ഈ പേഴ്സണ് നിങ്ങളടുത്ത് തോന്നുന്നുണ്ട്. പക്ഷെ അവർ ഹൈഡാണ്, പുള്ളി ഹൈഡാണ്, അല്ലെങ്കിൽ അവർ ഹൈഡാണ്, ആ ഒരു വ്യക്തി ഹൈഡാണ്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഒരു ഫ്രീഡം അവർക്ക് വേണം, ഒരു ഹീലിംഗ് അവർക്ക് വേണം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഹീലിംഗ് വേണം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്നുള്ളത്. മേ ബി അവരുടെ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കാം അവർക്കൊരു ഹീലിംഗ് വേണം എന്നുള്ളത്. ഓക്കെ, ആൻഡ് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുമായിരിക്കും. അതായത് ഈ പേഴ്സൺ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടതോ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണ് ചെയ്തു കൊടുക്കേണ്ടതോ ചില ഡ്യൂട്ടീസ് ഉണ്ടാവും. ഓക്കെ, അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാസ്റ്റ് ലൈഫിലെ മുൻജന്മത്തിൽ കണ്ടുമുട്ടും. അത് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവില്ല, അത് ഈ ജന്മത്തിൽ കർമ്മയായിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കും. കർമ്മ മീൻസ് നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ, ഫാമിലീനെ കാണിക്കുന്നുണ്ട്. എന്തായിരുന്നു ഇവരുടെ ശരിക്കുമുള്ള ഉദ്ദേശം? ഇവർ ഫാമിലി ആക്കാനാണ് ശരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഇപ്പം അവർക്കൊരു ഹീലിംഗ് ആവശ്യമാണ്, ഒരു ഫ്രീഡം നിങ്ങളിൽ നിന്ന് ആവശ്യമാണെന്നുള്ളത് കാണുന്നുണ്ട്. ഐ തിങ്ക് ഇത് കോമൺലി കാണുന്നവർ നിങ്ങളതൊരു ടിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, എല്ലായിടത്തും അല്ല കേട്ടോ, ഒരിക്കലും ഞാൻ പറയുന്നത് ജനറൽ ആണെന്ന് മനസ്സിലാക്കുക. ചിലർതെങ്കിലും ഇതൊരു ടിൻ ഫ്ലെയിം കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് എനിക്കിവിടെ ഇപ്പം ഈ പേഴ്സൺ ഒരു ഹീലിംഗ് വേണം, അവർക്ക് കുറച്ച് ലെസൺസ് എടുക്കാനുണ്ട്, അവർ എന്തൊക്കെയോ ഹീലാവാനുണ്ട്, പിന്നെ വാല്യൂ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള രീതി കാണിക്കുന്നത്. കാരണം ഇത് ഇവരുടെ കറക്റ്റുള്ളൊരു ഉദ്ദേശമായിട്ട് കാണിക്കുന്ന ഫാമിലിയാണ്, നിങ്ങളുമായിട്ടൊരു ഫാമിലി വേണം എന്നുള്ളതാണ് കറക്റ്റായിട്ട് കാണിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഫാമിലി വരുന്നതിന് മുൻപേ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടൊരു വാല്യൂ അവർ അറിഞ്ഞിട്ടുണ്ടാവണം എന്നുള്ളതാണ്. അപ്പം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഐ തിങ്ക് പിന്നെ സോൾ കണക്ഷൻ ആണെങ്കിലും ഒരു സോൾമേറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ വാല്യൂ മനസ്സിലാക്കണം. ഓക്കെ, പക്ഷേ എനിക്ക് കോമൺലി ഒരു ടിൻ ഫ്ലെയിം കണക്ഷൻ കാണുന്നു. നൈറ്റ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ നിങ്ങളെടുത്തോട്ടുള്ള ആ ഒരു അട്രാക്ഷൻ്റെ ലെവലാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇവർ ക്യൂരിയോസിറ്റിയുള്ള വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. വളരെയധികം ക്യൂരിയോസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഈ ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ ഇവരിപ്പം സ്വയം കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വെറുതെ എടുത്തു ചാടി, അല്ലെങ്കിൽ ഞാൻ വെറുതെ അവരെ വലിച്ചിട്ടു എൻ്റെ ജീവിതത്തിലേക്ക്, ഇപ്പം അവർക്കും വേദനയാണ് എനിക്കും വേദനയാണെന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വിചാരിക്കുന്നത്. പക്ഷേ അവർക്ക് തോന്നിയിട്ടുണ്ട് ഫസ്റ്റ് ടൈം നിങ്ങളെ കണ്ട സമയത്ത് എന്തോ ഒരു ആരെടുത്തും തോന്നാത്ത ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുക, അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ, ഒരു എഫെക്ഷൻ തോന്നുക. അപ്പോൾ ആ രീതിക്ക് തോന്നിയെങ്കിലും ഇപ്പം കറൻ്റ്ലി അവർ വിചാരിക്കുന്നത് വെറുതെ നിങ്ങളുടെ ലൈഫ് പോക്കി, അല്ലെങ്കിൽ വെറുതെ നിങ്ങളെ പെയിൻ ചെയ്യിപ്പിക്കുകയാണ്, ഹാർട്ട് ബ്രോക്കണിലേക്ക് കൊണ്ടുപോയി, നോക്കണ്ടായിരുന്നു എന്നൊക്കെയുള്ളൊരു തോട്ട്സാണ് അവർക്ക്. കാരണം എന്തോ സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിൽക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു സമയം അവർക്ക് വേണം, ആ സമയം അവർക്കുള്ളൊരു സമയമാണ്. കാരണം ഹീലിംഗ് വേണം, പിന്നെ അവർ വാല്യൂ മനസ്സിലാക്കേണ്ട ഒരു സമയമാണ്. കാരണം ഇവിടെ ഒരു ഫാമിലി, നിങ്ങൾ തമ്മിലൊരു ഫ്യൂച്ചർ ഇവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങളും ഈ പേഴ്സണും തമ്മിലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ത് ടൈപ്പ് ആയിക്കോട്ടെ, പക്ഷേ ഇവിടെ നിങ്ങൾ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോകുന്ന ഒരു ഫ്യൂച്ചർ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ കുറച്ച് മുന്നത്തെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ സൈലൻ്റ് ആയിരിക്കുക. ഹാർട്ട് ബ്രോക്കൺ എഗെയിൻ വന്നിട്ടുണ്ട്. ഇതാ 3 of Swords എന്ന കാർഡ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഹാർട്ട് ബ്രോക്കണിലായിരിക്കും, ഹാർട്ട് ബ്രോക്കൺ ഫേസ് ചെയ്തിട്ടുണ്ടാവാം, ഇപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം. ഇതൊക്കെ നിങ്ങൾക്കും അവർക്കുമുള്ള പാഠമായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റത്തെ കാർഡ് തന്നെ, സൈലൻ്റ് ആയിട്ടിരിക്കുക. അല്ലെങ്കിൽ അവർക്ക് വേറെയും ആളുകളുണ്ട്, സ്നേഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പോലും അവരെക്കാൾ ഏറ്റവും കൂടുതൽ
ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹം വരുന്ന നിങ്ങൾക്കാണ്. അതായത് നമ്മൾക്കിപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് പാരൻസോ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന വ്യക്തികൾ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിലും നമ്മൾ വേറൊരാളെ മനസ്സിൽ കൊണ്ട് നടന്നു പോവുക. ഓക്കെ, അവർക്ക് നമ്മൾ ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുത്തു പോവുക, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് മനസ്സിൻ്റെ ഉള്ളിൽ. ഇപ്പം അവർ നിങ്ങൾക്കത് തരുന്നുണ്ടാവില്ലായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. എനിക്കിവിടെ ഒരു സാധാരണ ചീറ്റിംഗ് എനർജി കാണേണ്ടതാണ്, പക്ഷേ എനിക്കിവിടെ ഒരു ചീറ്റിംഗ് എനർജി കാഴ്ച എനിക്ക് വന്നിട്ടില്ല. ഓക്കെ, അവർ അവോയ്ഡ് ചെയ്യുന്നതും ഒരു ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് നിങ്ങളോ അവരോ വളരെയധികം ഹാർട്ട് ബ്രോക്കൺ അനുഭവിക്കേണ്ടി വരുന്നു, അവോയ്ഡ് ചെയ്യുന്നു, മൂവ് ഓൺ ചെയ്തു പോകുന്നു, സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നൊക്കെ ഒരു എനർജി മാത്രമേ ഉള്ളൂ. ഒരു ചീറ്റിംഗ് എനർജി കാണുന്നില്ല. മേ ബി ആ തേർഡ് പാർട്ടി ഒന്നും ഇപ്പം ഇല്ലായിരിക്കാം, തേർഡ് പാർട്ടി ഇഷ്യൂസ് ഒന്നും ഇപ്പം ഇല്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്തായാലും അതെന്തുകൊണ്ടാണ് അങ്ങനെ തേർഡ് പാർട്ടി പോയത്, അതായത് നിങ്ങളുടെ പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു ലൈഫിൽ ഇപ്പോൾ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, കുറച്ച് പോസിറ്റീവായിട്ട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്, പോസിറ്റീവായിട്ട് മാറി എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ മാറ്റങ്ങൾ ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ തമ്മിലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വരിക, പരസ്പരം ഓപ്പൺ ആയിട്ട് സംസാരിക്കുക, രണ്ടുപേർക്കും പറയാനുള്ളത് പറഞ്ഞു തീർക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൊല്യൂഷനാണ്. മേ ബി അത് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം, പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം സൈലൻ്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അവരിൽ നിന്നിട്ട് ഒരു റെസ്പോണ്ട് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാകും. കാരണം ഈ പേഴ്സൻ്റെ കറക്റ്റ് ഇൻറ്റൻഷൻ അല്ലെങ്കിൽ കറക്റ്റുള്ളൊരു ട്രൂ ആയിട്ടുള്ളൊരു ഉദ്ദേശം നോക്കുമ്പം അവർ നിങ്ങളെ ഒരു ഫാമിലി ആക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിൻ്റെ റീസൺ ഇവിടെ നിങ്ങളോ ആ പേഴ്സണോ കാരണമല്ല, ഇത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു യൂണിയനാണ്, ഒരു പേഴ്സണാണ്, ഒരു കണക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊക്കെ നിങ്ങൾക്കോ അവർക്കോ ഉള്ള പാഠങ്ങൾ മാത്രമാണ്. അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക എന്നല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ട് നിങ്ങൾക്ക് ഒന്നിക്കാൻ വേണ്ടിയിട്ട്. അത് വാല്യൂ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ പരസ്പരം മനസ്സിലാക്കി എത്ര ആളുകളാണെങ്കിലും ഇപ്പം നിങ്ങൾ സ്നേഹിച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ അത്രയും പെർഫെക്റ്റ് കപ്പിൾസാണ്, നിങ്ങൾക്ക് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പിരിയാനൊന്നും പറ്റില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കണം. പിരിയാനൊന്നും പറ്റാത്തൊക്കെ സത്യമായിരിക്കാം, പക്ഷേ മനസ്സിലാക്കി എന്നുള്ളത് നിങ്ങൾ വിചാരിച്ചതുപോലെ 1% ഉണ്ടാവുള്ളൂ മനസ്സിലാക്കിയത്. അപ്പോൾ ആ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് ഒക്കെ വരുത്തുന്നതും ഇടയിൽ വേറെ ആളുകളെ കൊണ്ടുവരുന്നതൊക്കെ വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പരസ്പരമുള്ളൊരു വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഒരുപാട് ലെസൺസ് എടുക്കേണ്ടി വരും. അപ്പോൾ എനിക്കിവിടെ ട്വിൻ ഫ്ലെയിം കണക്ഷൻസും കാണുന്നുണ്ട്, സോൾ കണക്ഷൻസും കാണുന്നുണ്ട്. കൂടുതലായിട്ടും കാണുന്ന ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് കാണുന്നത്, പക്ഷെ അത് റെയർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ആരെയും പറയാൻ വേണ്ടിയിട്ടും പറ്റത്തില്ല. ഓക്കെ, അപ്പം അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ഒരു ഫാമിലി ആയിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ഫാമിലി ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു ഗുഡ് പാർട്ട്ണറായിട്ട് എടുക്കുക, ലൈഫ് ലോങ് കൊണ്ടുപോവുക, അത് ക്യാരി ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു, അതിൽ ഹാർട്ട് ബ്രോക്കൺസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അതൊരു ലെസൺ എടുക്കാനുള്ളത് മാത്രമായിട്ട് എടുക്കുക. അപ്പം ഈ പേഴ്സണ് വേറെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഐ മീൻ വേറെ ഇഷ്ടങ്ങൾ വരുന്നുണ്ട് ഇവരിലേക്ക്, പക്ഷെ ഇവരതൊന്നും സ്വീകരിക്കുന്നില്ല. അവരിവിടെ കൈകെട്ടിയിരിക്കുകയാണ്. അവർക്ക് നിങ്ങളുടെ സ്നേഹം മതി, അല്ലെങ്കിൽ നിങ്ങൾ മതി എന്നുള്ളൊരു എനർജിയിൽ ഇരിക്കുന്നുണ്ട്. പാസ്റ്റിലെ കാര്യം എന്തോ ആയിക്കോട്ടെ, അത് അവിടെ തന്നെ വിട്ട് കളയുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസ്പൊണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.